ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ്. 3 കൊല്ലം മുന്നേ ഒരു സ്റ്റോക്ക് 12 രൂപയുള്ളപ്പം ഒരു പെന്നി സ്റ്റോക്ക് ഒരു മൾട്ടി ബാഗ് റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. 100 രൂപ വരെ പോകാൻ ഉള്ള സാധ്യതയുള്ളൊരു കമ്പനിയാണത് എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിരുന്നു. കമ്പനി പേര് IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ന് ഷെയർ ട്രേഡ് ചെയ്യുന്നത് 60 രൂപയിലാണ്. 77-76 വരെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓൾമോസ്റ്റ് മൾട്ടി ബാഗ് റിട്ടേൺ തന്നൊരു കമ്പനിയാണ്. അന്ന് ഞാൻ പറഞ്ഞത് 2021 ഞാൻ പറഞ്ഞത് നിങ്ങൾ 5 കൊല്ലം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 100 രൂപയ്ക്ക് പോകുന്ന പറഞ്ഞത്. 100-120 പോകാനുള്ള ചാൻസുള്ള കമ്പനിയാണ് പറഞ്ഞത്. 1000% റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുള്ള കമ്പനിയാണ് പറഞ്ഞത്. ഇന്ന് ആ സ്റ്റോക്ക് വീണ്ടും വാല്യൂ ചെയ്ത് നോക്കുമ്പോൾ 60 രൂപയിൽ നിന്ന് എളുപ്പത്തിൽ 100 രൂപയ്ക്ക് പോകാനുള്ള സാധ്യതകൾ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും IFC ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. 3 കൊല്ലം മുന്നേ IFC റെക്കമെൻഡ് ചെയ്യുമ്പോൾ ക്ലിയർലി ഒരു പെന്നി സ്റ്റോക്ക് തന്നെയായിരുന്നു. അത് യാതൊരു വിധത്തിലുള്ള വാല്യൂഷൻസ് ഇല്ലാത്തൊരു കമ്പനി, നെറ്റ് പ്രോഫിറ്റ് ഇല്ല, ലോസ് മേക്കിംഗ് കമ്പനി ആയിരുന്നു. പക്ഷേ അതിലുള്ള ചില ഫാക്ടേഴ്സ്, ചില ഹിഡൻ ആയിട്ടുള്ള ചില വാല്യൂസ് അത് കണക്കിലെടുത്തിട്ടാണ് ഞാനത് അന്ന് റെക്കമെൻഡ് ചെയ്തത്. ഒരുപാട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായി വന്നു. അതുകൊണ്ട് തന്നെ നല്ല മൾട്ടി ബാഗ് റിട്ടേൺ ഓൾറെഡി എല്ലാ വ്യൂവേഴ്സിനും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നോക്കുന്ന സമയത്ത് അന്നത്തെ വാല്യൂഷനേ അല്ല ഇപ്പോൾ ശരിക്കും അട്രാക്റ്റീവ് വാല്യൂഷൻസാണ്. ലോസ് മേക്കിംഗ് കമ്പനി 2019, 20, 21, 22 ലോസ് കാണിച്ച കമ്പനി 2024 ലാഭം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് ലോസ് റെഡ്യൂസ് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് കണ്ടപ്പോൾ ശരിക്കും എക്സ്ട്രീമിൽ ഞെട്ടിപ്പോയി. അടിപൊളി റിസൾട്ടാണ് IFC കൊടുത്തത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ണും പൂട്ടി റീ എൻട്രി ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ് IFC. പക്ഷേ ഞാൻ പറയുന്നത് ഒരു പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇപ്പോൾ നടത്തണ്ട. നിങ്ങളെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക. ഈ പറയുന്ന സ്റ്റോക്സൊക്കെ നിങ്ങൾ റഡാറിൽ വെക്കുക, നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ വെക്കുക. ഇതിനെ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്താൽ മാത്രം മതി. കാരണം എങ്ങനെയാണോ റിസൾട്ട് വരുന്നത്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട് നമ്മൾ റിസൾട്ട് പറ്റിയിട്ട്. ഒരു 100% ആയിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് തന്നെ എല്ലാം ക്ലിയർ ആയതിനു ശേഷം മാത്രം എൻ്റർ ചെയ്താൽ മതി. എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്? സപ്പോസ് നല്ലൊരു കർഷകം വന്നാലോ, ഇനിയിപ്പോൾ കയറി പോകുകയാണെങ്കിൽ തന്നെ മാക്സിമം ഒരു 5-10% കയറാനുള്ള ചാൻസ് ഉള്ളൂ. നമുക്ക് വീണ്ടും നമുക്ക് റീ എൻട്രി ചെയ്യാം. ചിലപ്പം ഇപ്പോൾ വിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അതേ റേറ്റിലോ കയറിപ്പോയാൽ തിരിച്ചു വരാനുള്ള അവസരങ്ങളും കിട്ടും. അത്രയും ഒരു മെജോറിറ്റി 400 മേലെ മെജോറിറ്റിയിലൊക്കെ വന്നാൽ മാത്രമേ ചിലപ്പോൾ ഒരു 20-30% റാലി നടത്താൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഒരു 5-10% റാലി BJP ഇപ്പോൾ മെജോറിറ്റി വന്നാൽ തന്നെ അങ്ങനെ പോകാനേ സാധ്യത കാണില്ല. നേരെ ഓപ്പോസിറ്റ് വന്നാൽ BJP കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മെജോറിറ്റി വളരെ കുറവാണെങ്കിൽ നല്ലൊരു കറക്ഷൻ തന്നെ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇപ്പം ചെയ്യേണ്ട. ഓൾറെഡി ഹോൾഡിങ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ്. ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ എന്തായാലും സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറയുന്ന സ്റ്റോക്ക് നാളെ തന്നെ ചാടിക്കറി വാങ്ങണ്ട. അതിന് മനസ്സിലാക്കുക. അതിൻ്റെ നിങ്ങളെ വാച്ച് ലിസ്റ്റ് ഇട്ട് 1 വീക്കിൽ സമയമുള്ളൂ. നമ്മൾ നെക്സ്റ്റ് ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ച 4-ാം തീയതിയാണ് റിസൾട്ട് വരുന്നത്. അതുവരെ ഈ എല്ലാ സ്റ്റോക്കും നിങ്ങളെ വാച്ച് ലിസ്റ്റ് വെച്ചാൽ മതി. ഓക്കെ. അതുപോലെ തന്നെ എനിക്കൊരു മെമ്പേഴ്സ് ഗ്രൂപ്പുണ്ട്. അതിൽ സ്വിംഗ് ബേസ്ഡ് ട്രേഡാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യല്. സ്വിംഗ് ബേസ്ഡ് ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ ദിവസവും 100 കണക്കിന് സ്റ്റോക്സ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാറുണ്ട് ടെക്നിക്കലി. പക്ഷേ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും ഇതേമാതിരി കറക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് തിരിച്ച് കയറിക്കൊള്ളുന്നില്ല. പക്ഷേ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കാണെങ്കിൽ തിരിച്ച് കയറും. അതുകൊണ്ട് ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആവുമെന്ന് കണ്ടാൽ, ടെക്നിക്കലി ബ്രേക്ക് ഔട്ട് എന്ന് കണ്ടാൽ നമ്മൾ വാച്ച് ചെയ്യുന്ന സ്റ്റോക്കാവും, ചിലപ്പോൾ അല്ലാത്ത സ്റ്റോക്കായിരിക്കാം. അതിന് ഞാൻ മെമ്പേഴ്സുള്ളിലിടും. അതിൽ റിസ്ക് വളരെ കുറവാണ്. നിങ്ങളെ ക്യാപിറ്റൽ നഷ്ടപ്പെടില്ല. അഥവാ എന്തെങ്കിലും കേസിൽ മാർക്കറ്റ് ക്രാഷ് ആയാൽ തന്നെ ഈ തിരിച്ച് കയറിയിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ നഷ്ടമാവാത്ത വിധത്തിലുള്ള സ്റ്റോക്സ് മാത്രമേ റെക്കമെൻഡ് ചെയ്യുള്ളൂ. സ്വിംഗ് ബേസ്ഡ് ട്രേഡ് മീൻസ് 10 ദിവസമോ 20 ദിവസമോ മാക്സിമം 1 മന്തിനുള്ളിൽ ഒരു 10-20% റിട്ടേൺ കിട്ടാവുന്ന സ്റ്റോക്ക് ടെക്നിക്കലി ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റെക്കമെൻഡ് ചെയ്യാം. ചില സമയത്ത് ചില ഷെയർസ് ടെക്നിക്കലി ബ്രേക്ക് ഔട്ട് ആകും, പക്ഷേ അത് ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയി തിരിച്ച് ഇറങ്ങി വരും. എന്നിരുന്നാലും ഒരു മാസം 2 മാസം ഹോൾഡ് ചെയ്താൽ ടെക്നിക്കലായിട്ട് നിങ്ങൾ കുറച്ച് ബ്രേക്ക് ഔട്ട് തന്നിട്ട് കുറച്ച് 10-15% ചാൻസ് ഉള്ള കമ്പനീസ് മാത്രമേ ഞാനതിൽ പറയാറുള്ളൂ. താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ എൻ്റെ വീഡിയോയിനിടയിലുള്ള ജോയിൻ ബട്ടണിൽ പോയിട്ട് എമറാൾഡ് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ മെമ്പേഴ്സ് എക്സ്ക്ലൂസീവ് വീഡിയോസ്
കിട്ടാൻ സാധിക്കും. ഈ റെഗുലർ വീഡിയോസിന് പുറമെ ഈ റെഗുലർ വീഡിയോസ് ഒക്കെ ലോങ് ടേം ബേസിലാണ്, ഫണ്ടമെൻ്റൽ ബേസിലാണ്. പക്ഷേ മെമ്പേഴ്സ് ഓൺലി വീഡിയോ സ്വിംഗ് ബേസിലാണ്. ഒരു 10 ദിവസം 20 ദിവസം ഹോൾഡ് ചെയ്താൽ 10-15% കിട്ടാവുന്ന ടെക്നിക്കലി ബ്രേക്കൗട്ടായ ഫണ്ടമെൻ്റൽ ഗുഡ് സ്റ്റോക്സ് കണ്ടാൽ മാത്രമേ പറയുള്ളൂ. മാസത്തിൽ 1, 2, 3 വീഡിയോസൊക്കെ ഉണ്ടാവുള്ളൂ. താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. 400 രൂപയാണ് എമറാൾഡ് മെമ്പർഷിപ്പ്. ഓക്കെ, അപ്പോൾ IFCയെ പറ്റി നമുക്ക് നോക്കാം, ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്രൈസ് 60 രൂപയാണ്. അതിന് ഇയർ ഹൈ 72 രൂപയാണ്. ഞാനിപ്പം IFC റെക്കമെൻഡ് ചെയ്യുന്നത് 78 രൂപയാവുന്നു. 30% അപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ഓൾറെഡി IFC ബ്രേക്കൗട്ട് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, മാർച്ചിൽ നല്ല റിസൾട്ടാണ് കാണിച്ചത്. ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ മാർച്ചിൽ നല്ല റിസൾട്ട് കാണിച്ച ഒരുപാട് കമ്പനീസ് ഉണ്ട്. നല്ല മൊമെൻ്റ് അതിനുശേഷം കാണിച്ചിട്ടുമില്ല. നല്ല റിസൾട്ട് കാണിച്ചിട്ട് പോലും മൊമെൻ്റ് വരാത്ത ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതൊക്കെ നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ വെക്കുക. ഇതൊക്കെ ഒരു ദിവസം അടിച്ച് കയറും. ഹിമാചൽ, ഫ്യൂട്ടറിസ്റ്റ് കമ്പനി, HFCL എക്സ്ട്രോർഡിനറി റിസൾട്ട് കൊടുത്തത്. ഇപ്പോഴത്തെ ലെവലിൽ കിടക്കുന്ന നോക്കേ വേണ്ട, 100, 200, 300 പോകാൻ സാധ്യതയുള്ള ഒരു ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ എക്യുപ്മെൻറ്റ് കമ്പനിയാണ് HFCL. ഓക്കെ, ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കമ്പനി കാണിച്ചൊരു ലാഭം കാണിച്ച മറ്റൊരു കമ്പനിയാണ് IFCI. 2020 മുതൽ 23 വരെ ഞാൻ ഇവിടെ ഒരുപാട് പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട IFCയിൽ ഞാൻ കണ്ട ഒരു മൾട്ടിബാഗർ സ്റ്റോക്ക് ഓൺ സയൻസുള്ള കുറച്ച് കാര്യങ്ങൾ. ഓൾറെഡി മൾട്ടിബാഗർ റിട്ടേൺ കിട്ടിയതാണ്. അതുകൊണ്ട് ഒരു 50% to 65% നമുക്ക് വിത്തിൻ മന്ത്സ് എക്സ്പെക്റ്റ് ചെയ്യാം. 2023 വരെ ലോസ് മേക്കിംഗ് ആയ കമ്പനി 2024 240 കോടി ലാഭമാണ് കാണിച്ചത്. ഇപ്പോഴത്തെ പ്രൈസ് 60 രൂപയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ടാർഗറ്റ് 678 ആണ്. ഇയർ ഹൈ 72 ആണ്. ഇയർ ലോ 10 രൂപ 95 പൈസയാണ്. ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് 12 രൂപയാണ്. അന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ പി റേഷ്യോ നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇൻഡസ്ട്രി പി 17 ആയിരുന്നു. ഈ IFCൻ്റെ പി എനിക്ക് തോന്നുന്നു 236 അങ്ങനെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ പി റേഷ്യോ 65 ആണ്. ഇതേമായി നെറ്റ് പ്രോഫിറ്റ് മുന്നോട്ട് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഡസ്ട്രി പിന് ഈക്വൽ തന്നെ ഒരു പി റേഷ്യോ നമുക്ക് കാണാൻ സാധിക്കും. EPS ഒന്നും ഇല്ലാത്ത കമ്പനിയായിരുന്നു. -EPS കമ്പനി ഇപ്പോൾ അത് 0.92, അതായത് 197% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് EPS കാണിച്ച ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഡെപ്റ്റ് ടു ഇക്വിറ്റി 1.18 അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പെട്രോസ്കി സ്കോർ നോക്കുമ്പോൾ ഇപ്പോൾ 7 ഉണ്ട്. അതിൻ്റെ ഒരു കമ്പനീൻ്റെ റവന്യൂ ഗ്രോത്ത്, നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്തിനൊക്കെ ബേസ് ചെയ്തിന് പെട്രോസ്കി സ്കോർ ഉണ്ടാവുക. പെട്രോസ്കി സ്കോർ 7 എബോ ഉണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കാണെന്നാണ് അർത്ഥം. ഇപ്പോൾ ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കായി മാറി. അന്നത്തെ ലോസ് മേക്കിംഗ് കമ്പനി ഇപ്പോൾ ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കായി മാറിയുള്ളത് വേറൊരു പ്രത്യേകതയാണ്. മ്യൂച്വൽ ഫണ്ട്സ് 0.03-ന് 0.04% ആയിരുന്നു. FIS 2.08-ന് 2.29% ആയിരുന്നു. മാർച്ച് ക്വാർട്ടറിൽ അവർ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു മാർച്ച് ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റ് 157 കോടിയായിരുന്നു. കഴിഞ്ഞ മാർച്ച് 2023 241 കോടി ലോസ് കാണിച്ച കമ്പനി ഈ മാർച്ചിൽ കാണിച്ചത് 157 കോടി ലാഭമാണ്. ഞാനിപ്പോൾ നോക്കുമ്പോൾ LIC നല്ലൊരു % സ്റ്റോക്കെല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 70.32% ഹോൾഡ് ചെയ്യും. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ഫാക്ടർ 2023 മാർച്ചിൽ കഴിഞ്ഞ കൊല്ലം 68.3% സ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ സ്റ്റേക്ക് മെല്ലെ കൂട്ടി 70%-ലാക്കി വെച്ചിട്ടുണ്ട്. FISൻ്റെ അടുത്ത് 2.29%, DIS മ്യൂച്വൽ ഫണ്ട്സും 6% ഹോൾഡ് ചെയ്യുന്നുണ്ട്. മൊത്തം 80%-ഓളം സ്റ്റോക്ക് ഇവർ മൂന്നാളെ കയ്യിലാണുള്ളത്. ഇതിനൊക്കെ പുറമെ IFCന് മെയിൻ ന്യൂസ് ഉണ്ട്. അന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒരു മെയിൻ ന്യൂസ് ഉണ്ട്. അത് NSEൻ്റെ IPO ലിസ്റ്റിംഗ് ആണ്. NSE IPO വരുമെന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. വരും, ചിലപ്പോൾ അടുത്ത മാസത്തേക്ക് 2 മാസം കഴിഞ്ഞത്തേക്കാം എപ്പോഴാണെങ്കിലും. അതിലേക്കിടയിൽ ഹിഡൻ ആയിട്ടുള്ള സംഭവമാണ് IFCൻ്റെ. ഒരുപാട് ആൾ ഇതിനൊരു വീഡിയോ ഇപ്പോൾ ചോദിച്ചു IFCക്ക് NSE സ്റ്റേക്കില്ലല്ലോ. IFCക്ക് NSEയിൽ ഡയറക്റ്റ് സ്റ്റേക്കില്ല. ഉള്ള സ്റ്റേക്ക് കംപ്ലീറ്റ് അവർ വിറ്റിട്ടുമുണ്ട്. പക്ഷേ IFCയുടെ സബ്സിഡറി ആയ SHCL സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് നിയർ അബൌട്ട് 2.2 കോടി ഷെയർ NSEയിലുണ്ട്. ഈ SHCLൻ്റെ പ്രൊമോട്ടറാണ് IFCI. സബ്സിഡറിയാണ്. അതിന് പുറമെ 52.86% IFCIക്ക് SHCL സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷനിൽ സ്റ്റേക്ക് ഉണ്ട്. സബ്സിഡറി കമ്പനിയാണ്. അപ്പോൾ സ്റ്റോക്ക് ഹോൾഡിംഗ് കോർപ്പറേഷനിൽ 2.2 കോടി ഷെയർ NSEയിലുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും NSE ലിസ്റ്റ് ആകുമ്പോൾ IFCIക്ക് ആസ് എ ലിസ്റ്റഡ് പ്ലെയർ നിലയ്ക്ക്
ബെനിഫിറ്റ് കിട്ടും. അതിന് പുറമെ ഇങ്ങനെ ഗ്രോത്തും കൂടെ കാണിക്കുന്ന കമ്പനിയാണെങ്കിൽ പിന്നെ ഒരു ഭാവിയിൽ അത് ഏറ്റെടുക്കാൻ സാധ്യതയുള്ള കമ്പനിയാണ്. ഇപ്പോൾ ലോസ് മേക്കിങ് പ്രോഫിറ്റ് മേക്കിങ് വന്ന കമ്പനിയാണ്. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ NSE IPO വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഈ സ്റ്റോക്ക് പെട്ടെന്ന് കയറിപ്പോവും. കുറച്ച് വോൾട്ടൈലുള്ള സ്റ്റോക്കാണ്. ഇപ്പോൾ കയറും 10% കയറും, ഇറങ്ങും 10% ഇറങ്ങുന്ന സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ എടുത്ത് ചാടി വാങ്ങേണ്ട. റിസൾട്ടൊക്കെ വന്ന് ഒന്ന് കൺസോൾട്ട് ചെയ്ത ശേഷം മാത്രം വാങ്ങിയാൽ ചിലപ്പോൾ ഉടനെ തന്നെ 10-20% ലാഭം കിട്ടാനുള്ള സാധ്യതയുള്ള കമ്പനിയാണ് IFCI. റിസ്ക് ഉണ്ട്. മറ്റു സ്റ്റോക്ക് ആർബിഐനിൽ പറഞ്ഞ മാതിരിയൊന്നും അത്ര എളുപ്പത്തിൽ എന്തായാലും കണ്ണു പൊട്ടിങ്ങൾ വാങ്ങിക്കുമെന്ന് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അത് കുറച്ച് റിസ്ക്കുള്ള സ്റ്റോക്കാണ്. സോ ആസ് യൂഷ്വൽ ഞാൻ പറയും പോലെ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്വയം പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഇവിടെ അഡ്വൈസേഴ്സ് ഉണ്ട്, അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഓരോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.